ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പൂരം കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സായിരുന്നു. അതായത് എൻ്റെ ഉള്ളിൽ ഒരു മാച്ചിങ് കോംബോ കോസ്റ്റ്യൂം ആയിരുന്നു, മദർ ഡോക്ടർ കോംബോ കോസ്റ്റ്യൂം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഔട്ട്ഫിറ്റ് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചു, എവിടെ തയ്ച്ച്, എങ്ങനെ തയ്ച്ച്, ആരാ തയ്ച്ച്, അങ്ങനെ കുറേ അഭിപ്രായങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ വന്നിരുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ ഇടാൻ പോകുന്നത് ഉണ്ണീൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അവൾക്കൊരു ജംപ് സൂട്ട് പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു കോഡ് സെറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ ഉണ്ണീയുടെ ജംപ് സൂട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസിലാണ് എനിക്ക് കുറേ ഇങ്ങനെ കറക്റ്റ് ആവാത്തത്. എടുക്കുമ്പോൾ ഓരോ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എൻ്റെ 100% കൊടുത്തിട്ട് ഞാൻ എടുക്കാറുണ്ടെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നാറില്ല. അതായത് അത്രയ്ക്ക് അങ്ങോട്ടൊരു എല്ലാവർക്കും ക്ലിയർ ആയിട്ട് എന്ന് എനിക്ക് തോന്നാറില്ല. പേഴ്സണലി ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഇതുവരെ മെസ്സേജിലായാലും കമൻറ്റിലൂടെ ആയാലും ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ ഒരു വീഡിയോസിനാണ് ഇത്തിരി കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മറ്റേ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ തന്നെയാണ്. അപ്പം അത് ഞാൻ വീണ്ടും ഞാൻ ഒരു ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ വീണ്ടും അതിൽ കുറച്ച് സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോസിൽ കുറേ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം. അപ്പോൾ ഒരു ബേബി ജംപ്സൂട്ടാണ്, ഒരു 1 to 1.5 ഏജ് വരുന്ന ബേബീസിനെ പറ്റി, അത് 1 മുതൽ 1.5 വയസ്സിൻ്റെ ഇടയിൽ പ്രായം വരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള മെഷർമെൻറ്റ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ബേബി ജംപ്സൂട്ടിൻ്റെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ പൂരം കോസ്റ്റ്യൂംസിലെ ബേബിയുടെ നമ്മുടെ ഉണ്ണിയുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെല്ലാം പറയാം കേട്ടോ. നേരെ പോയി കണ്ടാലോ. ഇത് എൻ്റെ മോൾക്ക് ഒരു ജംപ് സൂട്ടാണ്. ഇതാണ് അപ്പം നമ്മുടെ ജംപ് സൂട്ടിൻ്റെ ബോഡി ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബോഡി ഭാഗത്തിൻ്റെ ഇറക്കം വണ്ണം ഞാൻ പറഞ്ഞു തരാം. അവളുടെ ഇറക്കം വണ്ണം ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാവുന്നതാണ്. ഇറക്കം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 9 കേട്ടോ. പിന്നെ വണ്ണം എടുത്തിരിക്കുന്നത് 7. അതിൽ നമ്മളിതേ മൊത്തത്തിൽ ഷോൾഡർ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ആം ഹോൾസ് 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 3.5 അല്ല, 3 ഇഞ്ച് ആം ഹോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് 2 ഇഞ്ച് വീതിയും 2 ഇഞ്ച് ഇറക്കത്തിൽ നെക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കട്ടിങ് വരുന്നത് കേട്ടോ. ഞാൻ നെക്ക് ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. വരച്ചതിൻ്റെ അടയാളപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ, ഇത് 2 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച്, ഇത് നമ്മുടെ ബാക്കി ഇത് ഷോൾഡർ 2 ഇഞ്ച്. അങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. 2 ഇഞ്ച് കണ്ടോ. അതുപോലെ ഇതും 2 ഇഞ്ച്, ഇത് 3 ഇഞ്ച്, മൊത്തത്തിൽ ഷോൾഡർ വരുന്നത് 4 ഇഞ്ച്. ഇനി എന്ന് പറയുന്നതായിട്ടൊന്ന് കട്ടാക്കാം. ഇത് നമ്മളിങ്ങനെ റൗണ്ടാക്കി, നമ്മളിങ്ങനെ കഴുത്തൊന്ന് റൗണ്ടാക്കി വരച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഈ കൈക്കുഴി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. കൈക്കുഴി നമുക്ക് അത്യാവശ്യം ഒരു ഇതിൽ തന്നെ വരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബോഡി ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ പാൻറ്റിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിയിലത്തെ ബോട്ടത്തിന് വേണ്ട തുണി. അപ്പോൾ ഇതിൻ്റെ ഇറക്കം എന്നെടുത്തിരിക്കുന്നത് ഞാൻ 15. ഇറക്കം എടുത്തിരിക്കുന്നത് 15. അപ്പോൾ ഈ 15 എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ മടക്കി അടിക്കാനും കൂടി, അടി മടക്കി അടിക്കാനും മുകളിൽ എന്താ പറയുക, അതുപോലെ തയ്യൽ തുമ്പടക്കാണ് കേട്ടോ ഞാൻ ഇത്ര ഇട്ടിരിക്കുന്നത്. പിന്നെ വീതി, ഇത് ഡബിൾ മടക്കിലുള്ള വീതിയാണ് ഞാൻ പറയുന്നത്. 16 ഇഞ്ച്, 16 32 വരും.
അതായത് 32 ഇഞ്ച് നീളമുള്ള ഒരു തുണീനെ, വീതിയുള്ള തുണി, നീളം എന്ന് പറയുന്നത് 15 അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിന് 4 മടക്കിയിട്ടിരിക്കുകയാണ്. 4 മടക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ജോയിന്റ് വരുന്നത് ഈ ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഭാഗത്താണ് നമ്മൾ ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ മെഷർമെൻറ്റ്സ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ ഒരു മുകളിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ട്, അപ്പം അതൊന്ന് ശരിയാക്കാന്ന് വെച്ചു. ഇവിടെ കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ട്, അപ്പം അതൊന്ന് വരച്ച് ശരിയാക്കട്ടെ കേട്ടോ. അപ്പം അതേ നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഇനി മെഷർമെൻറ്റ്സ്, അതായത് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്ന ഒരു ഭാഗമുണ്ട്, ആ ഒരു ഭാഗത്താണ് നമ്മൾ മെഷർമെൻറ്റ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ചുളിഞ്ഞ് കിടക്കേണ്ടത് കൊണ്ടും നമ്മൾ ഒരു ചുളിഞ്ഞ് കിടക്കേണ്ടത് കൊണ്ടാണ് ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ച് എടുക്കാം കേട്ടോ. 6.5 7 ഇഞ്ചോളം എടുത്തോ. 7 ഇഞ്ച് അടിയിലേക്ക് ലെങ്ത്ത് വരയ്ക്കും, അടയാളപ്പെടുത്തി 7 ഇഞ്ച്. ഇനി നമ്മുടെ അരവണ്ണം വരുന്നത് ഇവിടെ തൊട്ട് ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകണം. അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇതിൻ്റെ കുട്ടിയുടെ അരവണ്ണം എത്രയാണെന്ന് നോക്കാം. എന്നിട്ട് അതാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഒന്ന് അരവണ്ണം നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ 6 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്താം. 6 ഇഞ്ച് അരവണ്ണം അടയാളപ്പെടുത്താം. പാൻറ് എല്ലാം നമ്മൾ അത് കൂട്ടി യോജിക്കും. അതേപോലെ തന്നെ അടിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 ഇഞ്ച് കൊടുക്കണം. 7 വേണ്ട, 6.5 ഇഞ്ച് കൊടുത്താലും മതി. 6.5 കൊടുത്താലും മതി കേട്ടോ. 7 വേണ്ട, 6.5 മതി. 6.5 കൊടുക്കാം. എന്നിട്ട് ഇത് തമ്മിലൊന്ന് യോജിപ്പിക്കാം. ഇത് യോജിപ്പിക്കാം. ഇങ്ങനെ യോജിപ്പിക്കാം. ഇത് കുറേ വരകൾ അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പാൻ കൊണ്ട് കാണിച്ചത്. ഇങ്ങോട്ട് 7 ഇഞ്ചിൽ 7 ഇഞ്ചിൽ ഈ ഒരു വരയാണ് കേട്ടോ നമ്മുടെ 7 ഇഞ്ചും ഇങ്ങോട്ട് 6.5 ഇഞ്ച് ഇങ്ങനെ വരയ്ക്കും. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു കർവ് പോലെ നമുക്ക് പാൻറ്റിന് കൊടുക്കാം. പാൻറ്റിൻ്റെ മൂട് ജസ്റ്റ് ഒന്ന് കർവ് കേട്ടോ, അത് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ അടിവട്ടം നമുക്ക് അത്ര അധികമൊന്നും വേണ്ട. ഞാനിതേപോലെ നേരത്തെ പോലെ തന്നെ 6 അടിയിലേക്കുള്ള ഇത് ഞാൻ നേരത്തെ എടുത്ത സെയിം 6 തന്നെയാണ് എടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഈ വരച്ച ഈ കുച്ചിൽ നിന്ന് ഈ പോയിന്റിൽ ജസ്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു 6 എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് ചെരിച്ചൊരു വര ഇങ്ങനെ ശരിക്കും ഒന്ന് ചെരിച്ച് ഇങ്ങനെ ഒരു വര കൊടുക്കും. നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാൻറ് വരുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിന് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്തിരി ഞാൻ അങ്ങോട്ട് ചെരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മടക്കി അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെയൊക്കെ പെട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ പണി എന്ന് പറയാം. പാൻറ്റിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതൊരു കാല് ജോയിൻറ്റ് വരുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് നേരെ വെട്ടിയിടും കേട്ടോ. ലൈനിങ് വെട്ടണം. ലൈനിങ്ങിൻ്റെ തുണി കുറവുള്ളത് കൊണ്ടാണ് ഞാൻ മെയിൻ ക്ലോത്തിൽ തന്നെ വെട്ടി കാണിച്ചത്. ലൈനിങ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയിട്ട് നമുക്ക് നോക്കാം. അതിന് സ്റ്റിച്ചിങ് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇത് നമ്മുടെ ലൈനിങ് ഒക്കെ സെറ്റാക്കിൻ്റെ ലൈനിങ് ബോഡി ഭാഗത്തിൽ ലൈനിങ് ഇത്തിരി ജോയിൻറ്റ് വന്നു കേട്ടോ. ഇതിന് കുഴപ്പമില്ല പാൻറ്റിൻ്റെ ലൈനിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ നല്ല പുറത്ത് ഇത് നമ്മുടെ ഈ ബോഡി ഭാഗത്തിൻ്റെ നല്ല പുറം ഇങ്ങനെ തിരിച്ചിടും. ഒപ്പിട്ടിട്ട്
ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറിച്ചിടുക. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെയെന്ന് പറഞ്ഞാൽ ബാക്ക് ഭാഗത്തിന് നമ്മൾ സിബ് വെക്കണ കാരണം ഇവിടെ ഒരു പൊളി ഇടണം. അത് ഇതടിച്ചതിന് ശേഷം നമ്മൾ സിബ് വെക്കണുള്ളൂ. കയ്യോടെ പൊടി ഇട്ട് കൊടുക്കണില്ല. അങ്ങനെ ചെയ്തിട്ട് വരാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ബാക്ക് വശം അടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടോ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് കാണണ്ടോയെന്നറിയില്ല. ഇവിടെ കണ്ടത് ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ഇവിടെ നിന്ന് പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് പോയി ഇങ്ങനെ അടിച്ചു വന്നിട്ട് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ മാത്രം അടിച്ചു, പിന്നെ ഇവിടെ മാത്രം ഇങ്ങനെ അടിച്ചു, ഇവിടെ മാത്രം ഇങ്ങനെ അടിച്ചു. ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ അത് നമ്മുടെ ഭാഗം ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ ഉണ്ട് നമ്മുടെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്ത്. അപ്പോൾ ഇതും അങ്ങനെ മറച്ചിടാം. നമുക്ക് ഈ ഒരു ഭാഗം മറിച്ചിട്ടില്ല കേട്ടോ. അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗം, ബാക്ക് ഭാഗം മറിച്ച് നൽകാം. എന്നിട്ട് എന്താ ചെയ്യുക വെച്ചാൽ ഈ നല്ലപ്പുറം ഇതിൻ്റെ ഉള്ളിലത്തെ ലൈനിങ്ങിൻ്റെ ഇത് നല്ല പുറത്തിൽ കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇത് വേറൊരു മോഡലാണ്. ഞാൻ സാധാരണ കാണിച്ചു തരാറുള്ളത് വേറെ മോഡലാണ്. ഇത് വേറെ മോഡലാണ് കേട്ടോ. ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. ഇത് ഒപ്പം വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇങ്ങനെ വലിച്ച് കിട്ടും. എന്നിട്ട് ഇവിടെ ഒപ്പാക്കി കൊടുക്കാം. ഇതേപോലെ അപ്പുറത്തെ വശത്ത് കയറ്റി വെച്ചെടുക്കാം. നമ്മളിങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇങ്ങനെ കയറ്റി വെച്ചെടുക്കാം. ഇവിടെയും ഒപ്പാക്കാം. എന്നിട്ട് ഈ രണ്ട് ഷോൾഡറും അടിക്കാം. ഈ ഷോൾഡർ കൂടെ അടിക്കാം, ഷോൾഡർ കൂടെ അടിച്ചിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ ഷോൾഡർ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മറയ്ക്കാന്ന് വെച്ചാൽ വേറെ പണിയൊന്നുമില്ല. ഒന്ന് പൊളിച്ചിട്ട് നല്ല പുറങ്ങൾ തമ്മിലൊന്ന് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് കറക്റ്റായിട്ട് വരും കേട്ടോ. ഇതിങ്ങനെ കറക്റ്റായി വന്നത് ഷോൾഡർ നല്ല പെർഫെക്റ്റായിട്ട് ഉള്ളിൽ സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇനി അതേ നമ്മൾ സിബ് വെക്കാനാണ് പോകുന്നത്. അപ്പോൾ സിബ് വെക്കുന്നതിൻ്റെ മുന്നേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് പതിച്ച് മൊത്തത്തിൽ അടിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ഇൻവിസിബിൾ സിബാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻവിസിബിൾ സിബ് വെക്കുമ്പോൾ ആ വെക്കണ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ കുറേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. നമുക്ക് ഇനി സിബ് വെച്ചിട്ട് കാണാം. ഇത് നമ്മൾ സിബ് വെച്ചു കേട്ടോ. സിബ് ഇത് വളരെ പെർഫെക്റ്റായിട്ട് ഈ പ്രാവശ്യം ഞാൻ വെച്ചിട്ടുണ്ട്. അടി വെട്ടിയിട്ട് വണ്ണടിക്കാം. എന്നിട്ട് അതിനോട് കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതെ, അടി ഒന്ന് ഒപ്പം കിട്ടണം. ഈ വണ്ണം നമ്മുടെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് അടിച്ചിട്ട് അതിനോട് ജോയിൻ ചെയ്തിട്ട് അത് കണ്ടിട്ട് വരാം. ഇതേപോലെ തന്നെയാണ് ഈ ലൈനിങ്ങും പാൻറ്റിൻ്റെ ലൈനിങ്ങും ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് പാൻറ്റിനൊന്ന് സെറ്റാക്കി എടുക്കാം. അതിൽ കുറച്ച് പണിയുണ്ട് സിബൊക്കെ വെക്കേണ്ട കാര്യം. ഞാൻ പാൻറ്റിൻ്റെ സെറ്റാക്കി, പിന്നെ ഫൂട്ടറും മാറ്റണം. അതുകൊണ്ട് ആദ്യം പാൻറ്റും കൂടെ കഴിച്ചിട്ട് സെറ്റാക്കാൻ വെച്ചു. പാൻറ്റ് ലൈനിങ് വെച്ചിട്ട് പാൻറ്റ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പൊട്ടപ്പുറം ഇടുക, ലൈനിങ് ഇടുക, സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. അങ്ങനത്തെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രണ്ട് പാൻറ്റ് നല്ലപ്പുറം നമ്മൾ കൂട്ടിയിടാം. എന്നിട്ട് ഈ ഒരു ഭാഗം വേണ്ട നല്ലപ്പുറം കൂട്ടിയിട്ടിട്ട് ഈ ഭാഗം വേണ്ട ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അതുമാതിരി തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഒപ്പം വെച്ചിട്ട് വേണം കേട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ വേണ്ട നടത്താൻ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഫ്രണ്ട് നമ്മുടെ പാൻറ്റിൻ്റെ ഭാഗം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ വിരിച്ചിട്ടത്
പാൻറ്റ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി പാൻറ്റിൽ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അടി മടക്കി അടിക്കുകയാണ് വേണ്ടത്. അടി നമുക്ക് എത്രയാണ് ഇറക്കാൻ ശേഷം ബാക്കിയുള്ള തുണി വെച്ച് മടക്കി അടിക്കാം. രണ്ട് കാലും മടക്കി അടിക്കണം കേട്ടോ അടി. അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. നമ്മുടെ പാൻറ്റിൻ്റെ കാലിൻ്റെ ഭാഗമല്ലേ അതൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടി മടക്കി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇനി സ്റ്റിച്ചിങ് ആണ് വരുന്നത്. നമ്മുടെ പാൻറ്റ് കൂട്ടിയടിക്കാം, അതായത് കാൽഭാഗം കൂട്ടിയടിക്കുക എന്ന് പറയാം. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചിട്ട് കൂട്ടി അടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. പാൻറ്റിൻ്റെ പണി പാൻറ്റല്ല, ബോട്ടം ഭാഗത്തിൻ്റെ പണി വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ പാൻറ്റിൻ്റെ കാലം അങ്ങനെ നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാതും അടിക്കുമ്പോൾ 2 സ്റ്റിച്ച് ചെയ്ത് അടിക്കുക. വളവൊക്കെ കറക്റ്റ് കൊടുത്തതിന് ശേഷം കൂട്ടി അടിക്കുക കേട്ടോ. അങ്ങനെ ബോട്ടം ഭാഗം ഒരുവിധം സെറ്റായിട്ട് ഇനി മോൾ ഭാഗം നമ്മുടെ ബോഡി ഭാഗമായിട്ട് ജോയിൻറ്റ് ചെയ്യുക, അലാസ്റ്റിക് വെക്കലാണ്. അപ്പം നമ്മുടെ സൈഡൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടി നമ്മൾ ഒപ്പം വെട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പാൻറ്റായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ജോയിൻ ചെയ്യുമ്പോൾ പാൻറ്റിൻ്റെ നല്ല പുറത്ത് നമ്മുടെ ഇങ്ങനെ നല്ല പുറങ്ങളിട്ടിട്ട് കൂട്ടിയിട്ടിട്ട് ജോയിൻ ചെയ്യണം. നല്ല പുറങ്ങൾ കണ്ടോ, ഇങ്ങനെ ഈ നല്ല പുറം തമ്മിൽ കൂട്ടിയിട്ടിട്ട് ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ ലാസ്റ്റിക്ക് വെക്കണം വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞില്ലേ. ഇത് 2 നല്ല പുറം നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്റ്റിച്ചിങ് വരും. 2 നല്ല പുറം കൂട്ടിയിട്ടിട്ട് 2 സ്റ്റിച്ചിങ് കൊടുക്കാം. 2 കണ്ട നല്ല പുറങ്ങൾ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ. ഇനി ഉള്ളിൽ കണ്ടോ ഇങ്ങനെ 2 ഭാഗം കൂട്ടി അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി ഞാനിവിടെ ലാസ്റ്റിക്ക് ഇനി നമുക്ക് ഈ സ്റ്റിച്ചിങ് വന്ന് നോക്കണം. ഇവിടെ നമ്മുടെ ഇതിൽ അലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അത് നല്ല പുറത്തല്ലാട്ട് വെക്കുക, പൊട്ടപ്പുറത്ത് ഉള്ളിൽ കൂടെ വേണം വെക്കണമെങ്കിൽ. ഉള്ളിൽ കണ്ട ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത്. ആ സ്റ്റിച്ചിങ് വരുന്നിടത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ കൂടെ സ്റ്റിച്ചിങ് വരുന്നിടത്ത് കേട്ടോ സെൻറ്ററിൽ കൂടെ അടിച്ചു വരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതടിച്ചിട്ട് ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ, അലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആൾക്ക് ഇട്ടപ്പോൾ വലിയ നല്ല ഇഷ്ടമായിരുന്നു. ആൾ പിന്നെ ചെറുതായിട്ടൊന്ന് ഫോട്ടോയ്ക്ക് നമുക്ക് നിന്ന് തന്താണ് കേട്ടോ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.